എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കുടുംബശ്രീ രജിസ്റ്ററിൻ്റെ മറ്റൊരു ഭാഗമായ പ്രതിമാസ ബാങ്ക് ലിങ്കേജ് വായ്പാ തിരിച്ചടവ് എങ്ങനെ എഴുതി രേഖപ്പെടുത്താം എന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കുന്നതിന് തൊട്ട് മുന്നേ ആദ്യമായി ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർ ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ പോയി കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. എന്നാൽ കറക്റ്റായിട്ടിത് മനസ്സിലാവും എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ലിങ്കേജ് വായ്പ, അതിൻ്റെ നമ്മുടെ എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കുന്നതെന്നും അതിന് എങ്ങനെ പലിശ എത്ര രൂപയാണെന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രതിമാസ ബാങ്ക് ലിങ്കേജ് വായ്പാ തിരിച്ചടവ് വിവരത്തിൽ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നോക്കാം വായ്പാ തുക. ഇപ്പോൾ നമ്മൾ 3 ലക്ഷം രൂപയാണ് നമുക്ക് ലിങ്കേജ് വായ്പ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ ആ 3 ലക്ഷം അവിടെ എഴുതണം. അനുവദിച്ച ബാങ്ക് ഏതാണോ ആ ബാങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ച് എഴുതണം. അനുവദിച്ച തീയതി എന്നാണ് നമുക്കത് അനുവദിച്ച് കിട്ടിയത്, ആ തീയതി അവിടെ എഴുതണം. തിരിച്ചടവ് കാലാവധി, എത്ര വർഷത്തേക്കാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ കാലാവധി നമ്മളവിടെ എഴുതണം. അടുത്ത EMI, അതായത് പ്രതിമാസ തിരിച്ചടവ് തുക. നമുക്ക് ഒരു മാസം എത്ര രൂപ അടയ്ക്കണമെന്ന് ബാങ്കുകാർ ഓൾറെഡി നമ്മളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ തുകയാണ് അവിടെ എഴുതേണ്ടത്. പലിശ നിരക്ക്, എത്രയാണ് പലിശ നിരക്കെന്ന് ബാങ്കുകാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതും അവിടെ രേഖപ്പെടുത്തണം. അതിനുശേഷം തീയതി, ഇവിടുത്തെ തീയതി ഡേറ്റും അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് അനുവദിച്ച് തന്ന നമുക്ക് എന്നാണോ ഇത് ബാങ്കിൽ നിക്ഷേപിക്കേണ്ടത് അത് ഈ അനുവദിച്ച് തന്ന ഡേറ്റിന് തൊട്ട് മുന്നിലത്തെ ഡേറ്റ് ആയിരിക്കും നമുക്ക് ബാങ്കിൽ പൈസ നിക്ഷേപിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് എന്നാണോ അനുവദിച്ച് തന്നത് ആ ഡേറ്റിന് തൊട്ട് മുന്നിലത്തെ ദിവസമായിരിക്കണം നമ്മൾ പൈസ ബാങ്കിൽ തിരിച്ച് അടവ് നടത്തേണ്ടത്. അപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തൊട്ട് മുന്നിലത്തെ ഒരു ദിവസം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അവധി വരും. നമ്മൾക്ക് അവധി, എന്തെങ്കിലും പ്രത്യേക അവധികൾ വരുന്ന ദിവസങ്ങളുണ്ട്. മുന്നിലത്തെ ദിവസം ചിലപ്പോൾ അവധി ദിവസങ്ങളായിരിക്കും, അത് നമുക്ക് മാറിപ്പോവലും. അങ്ങനെ അവധി വരുന്ന ദിവസങ്ങളുണ്ടെങ്കിൽ അതിനും തൊട്ട് മുന്നിലത്തെ ദിവസം വേണം നമ്മൾ പൈസ കൊണ്ട് ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളടുത്ത് എഴുതാൻ പോകുന്ന തീയതി മുതലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് മുതലെന്ന് പറയുന്നത് പലിശയും കൂടി അടങ്ങുന്നതല്ല, നമ്മുടെ മുതൽ മാത്രമാണ്. അതായത് നമ്മൾ 8000 രൂപ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 8000 രൂപ വരും. ഇനി പലിശ എന്ന് പറയുന്നത് 1750 നമുക്ക് പലിശ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പലിശ 1750 രൂപ അവിടെ വരും. പിന്നെ പലിശയില്ല, മുതൽ ബാക്കി എന്ന് പറയുമ്പോൾ ആ 3 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ഈ അടയ്ക്കുന്ന മുതൽ 8000 രൂപ കുറച്ച് വരുന്നതാണ് മുതൽ ബാക്കി എന്നുള്ള പറയുന്നത്. അടുത്തത് ബാങ്ക് രസീത് നമ്പർ, അത് നമുക്ക് കിട്ടുന്ന രസീതിൽ തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് സെക്രട്ടറിയുടെ ഒപ്പാണ്, അവിടെ ഒപ്പ് ഇട്ട് വയ്ക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രതിമാസ ലിങ്കേജ് വായ്പ തിരിച്ചടവ് വിവരത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ള ഒന്നാണ് ബാങ്ക് ലിങ്കേജ് വായ്പ ലെഡ്ജർ. അതിനകത്ത് നമുക്ക് ഓരോ വ്യക്തികൾക്കും ഉള്ള വായ്പ റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കുള്ള വീതിച്ച് കൊടുത്തിട്ടുള്ള തുകയിൽ നിന്നും അടയ്ക്കുന്ന മുതലും പലിശയും എല്ലാം വേർതിരിച്ച് നമുക്ക് അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞു തരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.